മുണ്ടക്കയിലെ ഗവൺമെൻറ് LP സ്കൂൾ ഇതിൻ്റെ വരാന്തയിലൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്താണ് ഒരു ചെളി പുതഞ്ഞ ഒരു പുസ്തകം ശ്രദ്ധിക്കുന്നത്. അപ്പോൾ തന്നെ ഇതെന്താണ് എന്ന് നോക്കാൻ ഇതിൻ്റെ പുസ്തകങ്ങൾ പേജുകൾ ഓരോന്ന് മറിച്ചു നോക്കി. ഇതിനകത്ത് ഒരു കരൾ അലിയിപ്പിക്കുന്ന ഹൃദയം തൊട്ട ഒരു കുറിപ്പ്. ഈ ഒരു സാഹചര്യത്തിൽ എല്ലാം കൊണ്ടുപോയ പ്രകൃതിയെ പറ്റി എഴുതിയിട്ടുള്ള ഏത് കുട്ടി എഴുതിയതാണെന്നോ അല്ലെങ്കിൽ ആരെഴുതിയതാണെന്നോ ഒന്നും നമുക്ക് പറയാൻ വേണ്ടി കഴിയില്ല. പക്ഷെ ആ കുറിപ്പ് ഹൃദയത്തിൽ തൊടുകയാണ്, വലിയ തോതിൽ മനസ്സിനെ വേദനിപ്പിക്കുകയാണ്. ആ കുറിപ്പ് ഒന്ന് വായിക്കാം. അങ്ങ് കിഴക്ക് ഒരു തോട്ടം നിറയെ മരങ്ങൾ, എങ്ങും നിറവും മണവുമുള്ള പൂക്കൾ, കാണാൻ ഭംഗിയും ഭക്ഷിക്കാൻ സ്വാദുമുള്ള പഴങ്ങൾ, തോട്ടത്തിലൂടെ ഒഴുകുന്ന മനോഹരമായ ഒരു നദി, തോട്ടത്തിൻ്റെ നടുവിൽ 2 വൃക്ഷങ്ങൾ, ജീവന്റെ വൃക്ഷവും അറിവിൻ്റെ വൃക്ഷവും. എത്ര മനോഹരമായ തോട്ടം അല്ലേ! ഇതാണ് ഏദൻ തോട്ടം. ഇതിനെ പറുദീസ എന്നും പറയും. ആദത്തെയും ഹവ്വായെയും താമസിപ്പിക്കുവാൻ ദൈവം ഒരുക്കിയതാണ് ഏദൻ തോട്ടം. ദൈവം എത്ര സ്നേഹമുള്ളവൻ! ആദവും ഹവ്വയും ദൈവത്തെ സ്നേഹിച്ചു, അനുസരിച്ചു, സന്തോഷിച്ചു, ജീവിച്ചു, അവരോടൊപ്പം വസിച്ചു. ഏദൻ തോട്ടത്തിൽ അവർ സന്തോഷത്തോടെ കഴിഞ്ഞു. ദൈവത്തോടൊപ്പം വസിക്കുമ്പോൾ സന്തോഷമുണ്ടാകുന്നു. നമുക്ക് വേണ്ടേ ഈ സന്തോഷം? അതിന് നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? നമ്മൾ ദൈവത്തോടൊപ്പം വസിക്കണം. മാതാപിതാക്കളോടൊപ്പം വസിക്കുമ്പോൾ നമുക്ക് സന്തോഷം ഉണ്ടാവാറില്ലേ? ദൈവം നമ്മെ ഒത്തിരി സ്നേഹിക്കുന്നു. നമ്മോടൊത്ത് വസിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. ദൈവത്തെ സ്നേഹിച്ച് അനുസരിച്ച് ജീവിക്കുമ്പോൾ സന്തോഷമുണ്ടാകുന്നു. ദൈവത്തോടൊപ്പം വസിക്കുമ്പോൾ നമുക്ക് ലഭിക്കുന്ന സന്തോഷമാണ് പറുദീസയിലെ സന്തോഷം. ഇതാണ് ഈ കുറിപ്പ്. അതിലെ അവസാന വരി ഒന്നുകൂടി പറയാം. ദൈവത്തോടൊപ്പം വസിക്കുമ്പോൾ നമുക്കും ലഭിക്കുന്ന സന്തോഷമാണ് പറുദീസയിലെ സന്തോഷം. എത്ര കുഞ്ഞുങ്ങളാണ് അവരുടെ മാതാപിതാക്കളോടൊപ്പം ഈ പറുദീസയിൽ, ഈ മണ്ണിനടിയിൽ കിടക്കുന്നത് എന്ന് നമുക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ഹൃദയം തൊട്ട ഒരു കുറിപ്പാണ്. ഏത് കുട്ടി എഴുതിയതാണെന്നോ ആരെഴുതിയതാണെന്നോ ഒന്നും അറിയില്ല. പക്ഷേ എങ്കിൽ കൂടി ഇത് ഹൃദയത്തിൽ തൊടുകയാണ്. വീഡിയോ ചാനൽ രമേശ് ചെറുപഴശ്ശിക്കൊപ്പം റിപ്പോർട്ടർ അർജുൻ കല്യാൺ, റിപ്പോർട്ടർ വയനാട്.